ഓ ഗുഡ് മോർണിംഗ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. എല്ലാ പ്രിയപ്പെട്ട മേയറും നസീറൊക്കെ സംസാരിച്ചപ്പോ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു കൂട്ടം. കളക്ടർ എന്നോട് ചോദിച്ചു, ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു ഇത്രയും ക്രൗഡ്. പക്ഷെ ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നു, കോഴിക്കോടുകാരൻ്റെ ഒരു കോഴിക്കോടുകാരനായിട്ടാണ് കണ്ടിട്ടുള്ളത്. അത് മേയറിനെ അറിയാവുന്നതാണ്. എപ്പോഴും സമയം കിട്ടുമ്പോൾ ഓടി ഓടി കോഴിക്കോട് വരാനും ഭക്ഷണം കഴിക്കാനും ഈ ബീച്ചിന്റെ ചുറ്റും കാർ ഓടിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ശബ്ദം ഉണ്ടാക്കാതെ സ്പീഡില്ലാതെ കോഴിക്കോട് ആസ്വദിക്കുന്ന ഒരാൾ കൂടിയാണ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഞാനൊരു പ്രാസംഗികനല്ല, ഞാൻ നിങ്ങൾ ആരെയും എടുത്ത് അഡ്രസ് ചെയ്യാൻ ഉള്ള പരിചയം എനിക്ക് സ്റ്റേജിലില്ല. എനിക്ക് ഇവരായിട്ട് ഇന്ററാക്ട് ചെയ്താണ് കൂടുതൽ പരിചയമുള്ളത്. വളരെയധികം എനിക്ക് തോന്നുന്നു ഒരു സാധാരണ വരുന്ന തമാശകൾ പറയുമ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെയല്ല, കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് MVD മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്നെ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് നടത്തുന്ന ഈ ഒരു വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞ ഇത്രയും പ്രസംഗങ്ങൾ കഴിഞ്ഞപ്പോൾ, ഇത്രയും ആളുകൾ സംസാരിച്ചപ്പോൾ എല്ലാവരും ഡയറക്റ്റ് അല്ലെങ്കിലും ചെറുതായി സൂചിപ്പിച്ചത് ചെറുപ്പക്കാരുടെ അശ്രദ്ധയെ കുറിച്ചാണ്. അപ്പോൾ ചെറുപ്പക്കാരോട് സംസാരിക്കാനായിരിക്കും ചിലപ്പോൾ എന്നെ ഇങ്ങനൊരു വേദിയിലേക്ക് എത്തിച്ചത്. ആദ്യം തന്നെ ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ ഒരു കാര്യം പറയാം. പയ്യെ പോകുന്നത് തന്ത വൈബല്ല. ഇപ്പൊ അങ്ങനെ ഒരു സംസാരമുണ്ട്. പെട്ടെന്ന് സ്പീഡിൽ പോയിക്കൊണ്ടിരുന്ന ആൾ സ്പീഡ് കുറച്ച് പോകുമ്പോൾ അത് തന്ത വൈബ് ആകുന്നു. തന്ത വൈബ് എന്താണെന്ന് അറിയാലോ അല്ലേ? അപ്പൊ അങ്ങനെ അത് തന്ത വൈബല്ല. നമ്മൾ റെസ്പോൺസിബിൾ ആവുന്നതാണ്, നമ്മൾ കാര്യങ്ങൾ തിരിച്ചറിയുന്നതാണ്, നമ്മൾ ഉത്തരവാദിത്തോടെ പെരുമാറുന്നതാണ്. അതൊരിക്കലും നമ്മുടെ ഉള്ളിലെ എനർജിയോ യൂത്ത്ഫുൾനെസ്സിനെയോ ഒന്നും ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമല്ല. പിന്നെ നമുക്ക് ആക്സിഡന്റ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമുക്കൊരു അപകടം ഉണ്ടാവുന്നതിനേക്കാൾ നമ്മൾ കാരണമുണ്ടാവുന്ന ഒരു അപകടത്തിൽ ഒന്നും അറിയാതെ റോഡിൽ കൂടെ നടന്നു പോകുന്ന അല്ലെങ്കിൽ ഒരു വണ്ടിയിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു അപകടം എന്ന് പറയുന്നത് ഒരിക്കലും ക്ഷമിക്കാവുന്നതിന്റെയും സഹിക്കാവുന്നതിന്റെയും അപ്പുറമാണ്. അപ്പൊ അതിനൊരു കാരണക്കാരൻ നമ്മളാവരുത്. ഞാൻ ഈ അടുത്ത് വെള്ളിയാഴ്ച ജുമാ ഇരിക്കുന്ന സമയത്ത് ആ പള്ളിയിൽ പ്രസംഗിക്കുമ്പോൾ പല സമയത്തും പ്രസംഗങ്ങൾ നമുക്ക് നമ്മുടേതായ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവാറുണ്ട്. പക്ഷെ എനിക്ക് വളരെ ടച്ച് ചെയ്ത ഒരു വരിയായിരുന്നു. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഡ്രസ്സ് മാറി ഷർട്ട് ഇടുമ്പോ, ഈ ഷർട്ടിന്റെ ബട്ടൺസ് ഇടുമ്പോ നമുക്കറിയില്ല ഒരു പക്ഷെ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി മറ്റൊരാളാണോ ഈ ഷർട്ടിന്റെ ബട്ടൺ നൂരുക എന്നുള്ളത്. അത്രയും അൺസർട്ടൺ ആണ് ലൈഫ്. അപ്പൊ അങ്ങനെ ഒരു അവസരത്തിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറുക, റെസ്പോൺസിബിൾ ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഒരു നിമിഷത്തെ പ്രിയപ്പെട്ട നസീർക്ക് പറഞ്ഞ പോലെ ഒരു നിമിഷത്തെ തരിപ്പിലായിരിക്കും ചിലപ്പോൾ നമുക്കൊരു റോഡ് വൈലേഷൻ നടത്താൻ നമ്മൾ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സിഗ്നൽ കട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത്. ആ ഒറ്റ നിമിഷത്തെ ആ ഒരു ചിന്ത കാരണം നമ്മുടെയോ നമ്മുടെ ചുറ്റുമുള്ളവരുടെയോ ഒക്കെ ജീവിതം മാറി മറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും ഞാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണം. എന്തോരം ആളുകൾ ഇതിന് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ കോഴിക്കോട് ബീച്ചിന്റെ അടുത്ത് വെച്ച് നടന്ന ഒരു ആക്സിഡന്റിൽ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഒരു കാലിക്കറ്റിനുള്ള ഒരു ആർക്കിടെക്റ്റാണ്, അദ്ദേഹത്തിന്റെ സഹോദരി മരണപ്പെട്ടു. വളരെ ഞെട്ടലോടെയാണ് ഞങ്ങൾ എല്ലാവരും ആ വാർത്ത കേട്ടത്. ഇത് മരണങ്ങളും അപകടങ്ങളും മാത്രമല്ല, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ലൈഫിലുണ്ടാവും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം റെസ്പോൺസിബിൾ ആയിട്ട് നമ്മൾ പെരുമാറുക. ഞാൻ വീണ്ടും പറയുന്നു, പയ്യെ പോകുന്നത് തന്ത വൈബല്ല. അപ്പൊ ഇത് കൂടുതൽ സംസാരിക്കരുതെന്ന് എന്നോട് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാര്യം ക്രൗഡായിട്ടൊരു ഇന്ററാക്ഷൻ ഉണ്ട്. അപ്പൊ ഇന്ററാക്ഷന്റെ സമയത്ത് ആളുകൾ ചോദിക്കുമ്പോൾ മറുപടി പറയാനുള്ള കാര്യം പ്രസംഗത്തിലൂടെ പറഞ്ഞു തീർക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനൊരു അവസരം തന്നതിലും എന്റെ പ്രിയ അയൽവാസിയായ നസീർ സാറിനോടും എപ്പോഴും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും കോഴിക്കോട് ഓരോ ഫംഗ്ഷനും എന്നെ വിളിക്കുന്നതും ചേർന്ന് നിർത്തായ പ്രിയപ്പെട്ട മേയർക്കും പ്രിയപ്പെട്ട MLA, IPS ഓഫീസേഴ്സ്, IAS ഓഫീസേഴ്സ് എല്ലാവരോടും നന്ദി പറയുന്നു. എന്റെ കൊളീഗ്സായ ജിത്തു സാറും അപർണയും ഇവിടെയുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും കൂടി വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്ന കാര്യം. ഇത് കഴിഞ്ഞു പോയിട്ട് കോഴിക്കോട് ഇദ്ദേഹത്തിന്റെ സിനിമയിലാണ് ഞാനിപ്പോ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സിനിമയുടെ ലാസ്റ്റ് ദിവസം ഇന്ന്
ജിത്തു ജോസഫ് സാറിന്റെ പടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോർജ് കുട്ടി ആ ബോഡി എവിടെയോ കുഴിച്ചിട്ടു. അപ്പൊ ഇന്ന് ഞങ്ങൾ കോഴിക്കോട് ഷൂട്ട് ചെയ്യുന്നതിന്റെ ലാസ്റ്റ് ദിവസമാണ്. ഇതിനുശേഷം ഇന്ന് വൈകുന്നേരം ഞങ്ങൾ കോയമ്പത്തൂർ ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ എത്രയും വേഗം ഇവിടെ നിന്ന് നിങ്ങളെ കണ്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കർത്തവ്യം നിർവഹിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കോയമ്പത്തൂർക്ക് പോകേണ്ടതാണ്. അപ്പോൾ പെട്ടെന്നൊരു എസ്കേപ്പ് പ്ലാൻ ഉണ്ടാവും. ഫോട്ടോ എടുക്കാനുള്ള സമയം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല, പക്ഷെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. താങ്ക് യു സോ മച്ച്. അത് യെസ്, ഒരു 5 പേർക്കാണ് ചോദ്യങ്ങൾ ഓക്കെ ചോദിക്കാനുള്ള അവസരം. അതിന് മുമ്പ് ആദ്യം ഒരു ചോദ്യം ആസിഫിനോട് ഞാൻ ചോദിക്കും. ഓക്കെ. അപ്പം റോഡ് സുരക്ഷയെ കുറിച്ചാണ് പറഞ്ഞത്. ആസിഫിന്റെ ജീവിതത്തിൽ ആദ്യം ബൈക്ക് ഓടിച്ച് പോയ ഒരു അനുഭവം, അന്ന് പോലീസ് കൈനീട്ടിയപ്പോൾ മാറിപ്പോയ വഴി. ഇല്ല, ബൈക്ക് ഓടിച്ചു പോവാൻ ചെറുപ്പം മുതലേ വീട്ടില് ബൈക്കിൽ കയറാൻ അങ്ങനെ പെർമിഷൻ തന്നിട്ടില്ല, സമ്മതിക്കില്ല. കാര്യം ബൈക്ക് എപ്പോഴും അപകടം ഉണ്ടാവുന്ന ഒരു സാധനമാണ് എന്നൊരു വിശ്വാസം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ബൈക്കിൽ കയറിയിട്ടില്ല. ഓടിച്ചു തുടങ്ങിയത് 4 വീലേഴ്സ് ആണ്. അന്ന് ലൈസൻസ് ഉണ്ടായിരുന്നോ? ലൈസൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അല്ലെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഓടിച്ച് പഠിക്കാം നോക്കിയാണ് പറയുന്നത്. അല്ല, എന്റെ 4 വീട് അപ്പുറത്ത് MVD ഉണ്ട്. അപ്പൊ ഞാൻ എങ്ങനെ ഓടിക്കും ലൈസൻസ് ഇല്ലാതെ? അപ്പം 4 പേർക്കാണ് ചോദ്യത്തിനുള്ള അവസരമുള്ളത്. 4 പേർക്കാണ്. ആദ്യം കൈവെക്കുന്ന ആൾക്കാർക്ക് മൈക്ക് തരുക. ഇവിടെ കൈവെക്കിയിട്ടുണ്ട്. മോന്റെ പേരെങ്ങനെയാ? നല്ല ചോദ്യം. 18 വയസ്സ് തികഞ്ഞപ്പോ ഓടിപ്പോയി ലൈസൻസ് എടുത്ത്. ഞാൻ വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാനൊരു ഭയങ്കര മാതൃകാപരമായ ഡ്രൈവിംഗ് കാഴ്ചവെക്കുന്ന ഒരു മികച്ച വ്യക്തിത്വമൊന്നുമല്ല. എന്റേതായ മെച്യൂരിറ്റി ഇല്ലാത്ത സമയത്ത് ഞാനും ഒരുപാട് ഇപ്പൊ പല AI ക്യാമറകളിലും ഒരുപാട് ഫോട്ടോസ് എന്റെ വണ്ടികളിലും ഉണ്ട്. അതിന്റെയൊക്കെ ഫൈൻ ഞാൻ അടച്ചിട്ടുണ്ട്. പക്ഷെ അനുഭവങ്ങളിലൂടെയാണ് പഠിക്കുന്നത്. ഇപ്പോ ഞാൻ മര്യാദക്കാരനാണ്. ഓക്കെ, ഒരു ചോദ്യം ചോദിക്കാണ്ട്. പേര് പറഞ്ഞു. ഒരു മന്ത്രിന്റെ മുമ്പില് ലൈറ്റ് ഇട്ട് പോയത് പത്രത്തിലൊരു വാർത്ത വന്നിരുന്നു. 2014 അതൊന്ന് പങ്കുവെക്കാമോ? 2 പ്രാവശ്യം പിടിച്ചു എന്നുള്ളത് അന്ന് ന്യൂസിലുണ്ടായിരുന്നു. അത് നമുക്ക് സിനിമയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലെ സിനിമകൾ ചെയ്യാൻ പറ്റുന്നു. ഒരുപാട് നല്ല സിനിമകളും ഒരുപാട് നല്ല ആളുകളുടെയും കൂടെ വർക്ക് ചെയ്യാനൊക്കെ പറ്റുന്നു. അതുപോലെ തന്നെ അതിന്റെ കൂടെ വരുന്ന ഒരു ഭാഗ്യം കൂടെയാണ് സമ്പാദിക്കാനുള്ളൊരു സ്പേസ്. സിനിമ ചെയ്ത് ഞാൻ സിനിമയിൽ വന്നു കഴിഞ്ഞ് ആദ്യമായിട്ടൊരു BMW കാറ് വാങ്ങിച്ചു. അപ്പോൾ ഈ BMW കാറിന്റെ ഫ്രണ്ടിലത്തെ ലൈറ്റ് ഉണ്ടല്ലോ, ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ്സ് എന്ന് പറയും, DRL. അത് എപ്പോഴും ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ലൈറ്റ് തെളിഞ്ഞു കിടക്കും. ഞാൻ ഒരു മന്ത്രി പോയ കോൺവോയുടെ പുറകെ പോവുകയാണ്. ഞാനും മന്ത്രിയും സ്വാഭാവികമായിട്ട് കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോകുമ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ. അപ്പൊ ആ കോൺവോയുടെ പുറകെ പോയപ്പോ അതിന്റെ പുറകിലിരുന്ന ഒരു ഓഫീസറിന് ഒരു സംശയം, ഞാൻ എന്തുകൊണ്ടാണ് ഹെഡ്ലൈറ്റ് ഇട്ടിട്ട് മന്ത്രിയെ ഫോളോ ചെയ്യുന്നതെന്ന്. അതൊരു തെറ്റിദ്ധാരണയായിരുന്നു. കാര്യം BMW ലൈറ്റ് ഓണായി കിടക്കും. ചെറിയൊരു ക്ലാരിറ്റി പ്രശ്നത്തിലുണ്ടായൊരു ഇതായിരുന്നു അത്. പക്ഷെ സോൾവ് ആയി. ഓക്കെ ഓക്കെ, ഞാൻ സ്റ്റേഷനിൽ കയറിയായിരുന്നു. എൻ്റെ പേര് അബ്ദുള്ള. സാറേ, തിരക്ക് പിടിച്ച ആളാണല്ലോ. അപ്പോൾ ഉറക്കം വരുമ്പോൾ കംപ്ലീറ്റ് ചെയ്യാറുണ്ടോ, അല്ല വണ്ടി സൈഡാക്കി നിർത്താറുണ്ടോ? ഉറക്കം ശരിക്കും പല സമയത്തും അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യമാണ്. നമുക്ക് ഉറക്കം വരുമ്പോൾ നമ്മൾ പുഷ് ചെയ്യാൻ ശ്രമിക്കും, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ പല സമയത്തും ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ലൊക്കേഷന് തരുന്ന വണ്ടികളിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട ജഗതി ചേട്ടന് സംഭവിച്ചത് തന്നെയാണ്. നിങ്ങൾ ചോദിച്ചത് വളരെ കൃത്യമായിട്ടുള്ള ചോദ്യമാണ്. ഈ രാത്രിയാണ് ഞങ്ങൾ അധികവും ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ഇവര് ഉറക്കം വരുന്ന സമയത്ത് വിക്സ് മിഠായി പൊട്ടിച്ച് കഴിക്കും ഉറങ്ങാതിരിക്കാൻ വേണ്ടി. അത് അല്ലെങ്കിൽ ചൂയിങ്കം കഴിക്കും. അപ്പൊ എപ്പോഴും ഞങ്ങൾ പറയുന്നത്, ഉറക്കം വരുവാണെങ്കിൽ പറയുക. അതിൻ്റെ അത് നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഈവൻ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ പോലും, ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. തൊടുപുഴയാണ് എന്റെ വീട്. പല സമയത്തും 7 മണിക്കൂർ 8 മണിക്കൂർ ട്രാവൽ ചെയ്യാറുണ്ട്. അത് രാത്രിയാണ്. അപ്പൊ ഉറക്കം വരുന്ന സമയത്ത് വണ്ടി സൈഡിൽ നിർത്തിയിട്ട് ഉറങ്ങുക. അതുപോലെ തന്നെ AC ഇട്ട് ഉറങ്ങാതിരിക്കുക. അല്ലെ, ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് AC ഇട്ട് രാത്രി വണ്ടിക്കകത്ത് ഉറങ്ങിയ ആളുകൾ ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത്. അപ്പോൾ കുറച്ച് ഗ്ലാസ് കാപ്പി ഇട്ടിട്ട് സമാധാനമായി റോഡ് സൈഡിൽ കിടന്ന് ഉറങ്ങുക. കൃത്യമായ മറുപടിയാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, നമ്മള് ഒരുപാട് നല്ല കാര്യങ്ങളോട് വണ്ടി ഓടിക്കുന്നുണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും MVD യിൽ നിന്ന് എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഇത്രയും കാലത്തെ
താങ്ക് യു. ഞങ്ങൾക്ക് എല്ലാവർക്കും MVD പറയാനുള്ളത്, ഇവിടെ വരുന്ന അലോയ് വീൽസ്, വണ്ടിക്ക് വരുന്ന എക്സ്ട്രാ വരുന്ന ആക്സസറീസ്, കൂളിംഗ് ഫിലിം, ഇതെല്ലാം നിങ്ങൾ ബാൻ ചെയ്യാൻ ഗവൺമെന്റിനോട് പറയണം. കാര്യം ഞങ്ങൾ ഈ കാശ് കൊടുത്ത് ഇത് മേടിച്ചൊട്ടിക്കുകയും നിങ്ങൾ റോട്ടിൽ വെച്ച് പബ്ലിക്കിനായി നിർത്തി ഇത് ഓടിക്കളയുന്നത് അല്ലെ, ഇതിവിടെ വിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങളിത് മേടിച്ച് ഉപയോഗിക്കുന്നത്. ഇത് വിൽക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇത് മേടിക്കില്ല. ഈ ഫിലിം ഞങ്ങൾ ഒട്ടിക്കില്ല. വേറെ ചൂടുള്ളത് കൊണ്ടും പ്രൈവസി പ്രശ്നങ്ങളുള്ളതുകൊണ്ടും പല സമയത്തും നമുക്ക് കൂളിംഗ് ഫിലിം ഒട്ടിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒരിക്കലും ഞാൻ നിങ്ങളെ മോശമാക്കി പറയുന്നതല്ല. ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ റോട്ടിലെന്ന് വെച്ച് അത് കീറി കളയുന്നതിനേക്കാൾ നല്ലത് അത് ഇവിടെ വിൽക്കാൻ സമ്മതിക്കാതിരിക്കുക അല്ലേ? റിക്വസ്റ്റ് ഉണ്ട് MVD-നോട്. ഞാൻ മലബാർ ക്രിസ്ത്യൻ കോളേജിലെ സെക്കൻഡ് ഇയർ BA ഹിസ്റ്ററി വിദ്യാർത്ഥിനിയാണ്. ഞങ്ങളുടെ കോളേജിന് മുന്നിൽ നോ പാർക്കിംഗ് ബോർഡുകളുണ്ട്. പക്ഷേ കോളേജിന് പാർക്കിംഗ് സൗകര്യമില്ല. പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സഹായമായിട്ട് ഞങ്ങൾ ചോദിക്കുകയാണ്. ഞങ്ങളുടെ ആ പാർക്കിംഗ് അതൊരു ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുമെന്ന്. തീർച്ചയായിട്ടും കാലിന് ചുവപ്പ് മാറാത്ത പിഞ്ചോമനയുടെ റിക്വസ്റ്റ് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റും അതിനുവേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്യും. പെറ്റിയടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ മേയറും കൂടെ ഇത് കേൾക്കുന്ന. ഞങ്ങൾ പെറ്റിയടിക്കുന്നില്ല, നിയമലംഘനങ്ങൾക്കെതിരെ മാത്രം അടിക്കുന്നു. നിങ്ങളത് നിയമലംഘനം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നാടിന് നല്ലൊരു പുത്തൻ സംസ്കാരം ഉണ്ടാകട്ടെ. അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പുത്തൻ പരിപാടികളെല്ലാം വേണ്ടി ഞങ്ങൾ പ്രശസ്തനായ നമ്മുടെ ആസിഫലിയുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ നാട്ടുകാരൻ ഇവിടെ നിങ്ങളെല്ലാം കൂട്ടിത്തെരിപ്പിച്ചില്ലേ. ഇത് ശിരസ വഹിക്കൂ. നമുക്ക് നല്ലൊരു നാളുകൾക്ക് വേണ്ടി നമുക്ക് കൈകോർക്കാം. കൃത്യ മറുപടിയാണ് ആസിഫ് പറഞ്ഞ രണ്ട് കാര്യം. ആസിഫിനെ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ എനിക്ക് ഉൾപ്പെടെ അനുഭവങ്ങളാണല്ലോ. അത് ആസിഫ് ഭയങ്കര വൈബോട് പറയും, ഇത് വലിയ നല്ല ചോദ്യമാണ്, എനിക്ക് പറയാൻ മറുപടി വരാൻ ആവേശം. അതിന് നല്ലൊരു കൈയ്യടി നമുക്ക് കൊടുക്കാം അല്ലേ? എന്റെ പേര് ശ്രീചന്ദ് എന്നാണ്. ഞാൻ ഇവിടെ ബൗൺസർ ക്ലബിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒഫീഷ്യലി എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഇല്ല, പക്ഷെ എനിക്ക് ഇങ്ങനെ പിന്നെ കാണാൻ പറ്റുമെന്ന് അറിയാം. അപ്പം ബാംഗ്ലൂർ ഡേയ്സ് ഫിലിമിനെ പറ്റിയിട്ട് മേയർ മാഡം പറഞ്ഞു, നമുക്കിവിടെ MIT അല്ലെങ്കിൽ CT100 അങ്ങനത്തെ ഏറ്റവും CC കുറഞ്ഞ വണ്ടികളിലാണ് ലൈസൻസ് 2 വീലറിന് കൊടുക്കുന്നത്. ബാംഗ്ലൂർ ഡേയ്സ് സിനിമയിൽ അവർ ഓടിക്കുന്ന വണ്ടി RD350 എന്ന് പറഞ്ഞ വണ്ടിയാണ്. അതൊരു കാലത്ത് റേസിംഗ് ഡെക്സ് എന്നായിരുന്നു പേര്. പക്ഷേ RD-ന്റെ ഫുൾ ഫോം റേസിംഗ് ഡിറൈവ്ഡ് ആണ്, ജാപ്പനീസ് മെയ്ഡ് വണ്ടിയാണ്. ആ വണ്ടി ഇപ്പോൾ ഒരുപാട് പേര് 8 ലക്ഷം 10 ലക്ഷം കൊടുത്ത് ധോണിന്റെ ക്രേസിന്റെ പുറകെ പോകുന്നുണ്ട്. ധോണി തൃശ്ശൂരിന്റെ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ലൈസൻസ് എടുക്കുന്നത് ഒരു വണ്ടിയിൽ നിന്നും നമ്മൾ ഓടിക്കുന്നതും അച്ഛനും ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അനുസരിച്ച് 4 സിലിണ്ടറും 6 സിലിണ്ടറും വലിയ വലിയ വണ്ടികളാണ് പിന്നെ കയ്യിൽ വരുന്നത്. അപ്പോൾ യുവാക്കളെ കുറ്റം പറയാൻ പറ്റൂല. കാരണം ഈ ചെറിയ ഒരു വിളക്കുതിരി കത്തിച്ച് പഠിച്ച ആള് വലിയ കഥയിലേക്ക് പോയി തീ കൊടുത്താൽ എന്ത് സംഭവിക്കും? അതുകൊണ്ട് ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഏത് CC വണ്ടിയാണ് ഓടിക്കാൻ പോകുന്നതെന്നും അടുത്തത് എത്ര അപ്ഗ്രേഡ് ചെയ്യുന്നൊക്കെ ഉള്ളത് ചിന്തിക്കണം. എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഒരു വീഡിയോ എടുക്കണം, വെള്ളയിൽ സ്റ്റേഷന് മുന്നിൽ ഒരു ബ്ലോഗ് എടുക്കുന്നതിന്റെ ഭാഗമായി മരിച്ചു. കല്ലിങ്കൽ ഫാമിലിന്റെ ഒരു സൂപ്പർ കാർ ആയിരുന്നു. ഇതിനെ വന്നതും തട്ടിയതൊക്കെ. അതേ ദിവസം 6 മണിക്കൂർ മുന്നേ എനിക്ക് എന്റെ ലൈസൻസിന്റെ പേരിൽ ഒരു ചാർജും എന്റെ ജീപ്പിന്റെ പേരിൽ ഒരു ചാർജും കിട്ടി. അപ്പൊ അന്ന് രാത്രി ഞാൻ MVD-നോട് പറഞ്ഞത്രേ ഉള്ളൂ, ഞാൻ ചെയ്തത് തെറ്റ്. പക്ഷേ നിങ്ങളൊന്ന് ബീച്ചിൽ പോയി നോക്കി, ഒരുപാട് സൂപ്പർ കാർ നിലം വിട്ട് പറക്കുന്നുണ്ട്. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റും ഇവിടുന്ന് അവർ ഓടിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കും. അപ്പം എന്റെ ചോദ്യമല്ല, സത്യം പറഞ്ഞാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞാണ്. അപ്പം ഈ 800-ന്റെ മുകളിൽ എടുത്തിട്ട് ലൈസൻസ് കിട്ടുന്ന ആളുകൾ പിന്നെ വാങ്ങിക്കുന്നത് സിവിക്കും എക്കോഡും പിന്നെ അങ്ങനത്തെ വലിയ വലിയ വണ്ടികളാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ, ആസിഫലിന്റെ അഭിപ്രായത്തിൽ ലൈസൻസ് കൊടുക്കേണ്ട മെത്തേഡ് എന്താണ്? MVD പറയേണ്ട മറുപടിയാണ്. ആസിഫ് അലി പറയുമെന്ന് എനിക്കറിയില്ല. എക്സ്പീരിയൻസ് പറഞ്ഞാണ് എനിക്ക് പറയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം, ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും MVD ആണെങ്കിലും നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തരുന്നത് ഒരിക്കലും അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അവര് നമ്മളെ പറ്റി കരുതലുള്ളത് കൊണ്ടാണ് പല കാര്യങ്ങളും നമ്മളോട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ യുക്തി കൂടി അതിന്റെ ഭാഗമാണ്. അത് ചിന്തിച്ച് നമ്മൾ അതിനോട് അതനുസരിച്ച് പെരുമാറുക എന്നുള്ളത്. അശ്വത്, ഇവിടെ നിന്ന് ഒരു ചോദ്യം കേട്ടോ, ലാസ്റ്റ് ചോദ്യമാണ്. എൻ്റെ ഒരു അനുസരിച്ച് ഞാൻ ഫറൂഖ് കോളേജിൽ ഫസ്റ്റ് ഇയർ സൈക്കോളജി വിദ്യാർത്ഥിയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്ത കാർ ഏതാണ്? അംബാസഡർ ആയിരുന്നു ഞാൻ ഓടിച്ച് പഠിച്ചത്. എനിക്കന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു വണ്ടി അംബാസഡർ ആയിരുന്നു.
ഇപ്പോൾ കറന്റ്ലി ഫേവറേറ്റ് കാർ ഏതാ? കറന്റ് ഒരുപാടുണ്ട്. എന്നാലും എൻജിൻസ് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് V8 എഞ്ചിനുള്ള പെട്രോൾ കാർസ് ആണ് എനിക്ക് ഓടിക്കാൻ പേഴ്സണലി ഇഷ്ടം. ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. വണ്ടികളെക്കാൾ ഡ്രൈവിംഗ് ആണ് ഞാൻ ആസ്വദിക്കുന്നത്. അതുകൊണ്ട് ഏത് വണ്ടിയാണെങ്കിലും ഓടിക്കുക. ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിലും വണ്ടി ഓടിക്കുന്നത് എപ്പോഴും ഞാനായിരിക്കും. അപ്പോൾ വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ എല്ലാ വണ്ടികളോടും ഇഷ്ടമുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഡ്രൈവിംഗ് ആണ് ഞാൻ ആസ്വദിക്കുന്നത്. ഈ ഷൂട്ടിംഗ് തിരക്കിനിടയ്ക്ക് ഇത്രയും സമയം നമ്മളുമായിട്ട് ഇറക്കിയത് ആസിഫ് അലി, ഒത്തിരി സന്തോഷം. ഒരു ദീപക് ധർമ്മടത്തിന്റെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത് പറഞ്ഞു. 24 ഇവിടുത്തെ ബ്യൂറോ ചീഫാണ്. ദീപക് ധർമ്മടത്തിന്റെ ചോദ്യത്തോടുകൂടി അവസാനം. അപ്പോൾ 2 ക്രൈസ് ആണുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അടുത്ത സുഹൃത്തായത് ഒന്ന് ഫുഡ്, രണ്ടാമത് ഡ്രൈവിംഗ്. ഈ സ്പീഡ് ത്രില്ല് ചെയ്യാറുണ്ടോ എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത് എനിക്ക് തോന്നുന്ന പഴയ നമ്മളൊരു ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വണ്ടി ഓടിച്ചുകൊണ്ടാണ്, ഡ്രൈവ് ചെയ്യുന്നത്. എപ്പോഴും ഈ ഡ്രൈവിംഗ് ക്രൈസിൽ വരില്ല. ഇപ്പോൾ കണ്ണൂരേക്ക് സമ്മേളനം വീട്ടിലേക്ക് പോകുന്നില്ല, അല്ലാതെയും ഡ്രൈവ് ചെയ്യുന്ന ഒരു ശീലമുണ്ടല്ലോ. എത്രമാത്രം തെറ്റി കിട്ടിയിട്ടുണ്ട്, എത്രമാത്രം ഫൈൻ അടക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത് ഈ സന്തവൈബ് ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിലും സ്പീഡിൽ പോകുന്നതാണല്ലോ ആസിക്ക് ഇഷ്ടം. സ്പീഡിൽ പോകുന്നതായിരുന്നു ദീപകേട്ട ഇഷ്ടം. അത് തീർച്ചയായിട്ടും നമുക്ക് ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായൊരു വാഹനം വാങ്ങിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹങ്ങളൊക്കെ എപ്പോഴും സ്പീഡിൽ പോവുക. നമ്മൾ കണ്ടിട്ടുള്ള സ്റ്റൈൽ പണ്ട് അതായിരുന്നു. പക്ഷെ അതൊരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറുക, അല്ലെങ്കിൽ നമുക്ക് ലീഗലായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന സ്പീഡിൽ പോവുക എന്ന് പറയുന്ന ജഡ്ജ്മെന്റ് ആണ് ശരിക്കും, അല്ലെ അത് പാലിക്കുന്നതാണ് ശരിക്കും സ്റ്റൈൽ. അതാണ് ജെന്റിൽമാൻഷിപ്പ് എന്ന് പറയുന്നത്. പെറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം എന്റെ തമാശക്കാണ് ഇത്, സീരിയസ് ആയിട്ട് എടുക്കരുത്. എന്റെ എല്ലാ വണ്ടികളുടെ ഓരോ ആൽബം ഉണ്ട് ഇവരുടെ കയ്യില്. ആസിഫ്, ഒത്തിരി സന്തോഷം. 2024 അവസാനിക്കുമ്പോൾ സൂപ്പർ ഹിറ്റ്, 2025 രേഖാചിത്രം സൂപ്പർ ഹിറ്റ്, അങ്ങനെ നിരവധി സൂപ്പർ ഹിറ്റുകൾ സംഭാവന ചെയ്ത ആസിഫ് അലിക്ക് നല്ലൊരു കൈയടി. ചിത്രസാറിന്റെ ഇങ്ങനെ ഒരു വേദി തന്നതുകൊണ്ട് അതുകൂടെ ഞാൻ പറയാം. രേഖാചിത്രം എന്ന് പറഞ്ഞൊരു സിനിമ തിയേറ്റേഴ്സിൽ ഓടുന്നുണ്ട്. അപ്പോ ഇനിയും അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വാഹനപ്രേമിയാണ് ബഹുമാനപ്പെട്ട മമ്മൂക്ക. അത് മമ്മൂക്ക എന്നുള്ളത് എങ്ങനെയാണ് മമ്മൂട്ടി ചേട്ടനായത് എന്നറിയണമെങ്കിൽ ആ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. അപ്പൊ അതിനും കൂടെ ഞാൻ ഈ വേദി ഉപയോഗിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.